ചെമ്പൈ സംഗീതോത്സവം എന്ന് പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി സംഗീതോത്സവം ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു മഹാപ്രസ്ഥാനമായതിൻ്റെ സുവർണശോഭ പരത്തുന്ന വർഷമാണ് 2024. ഏകാദശി സംഗീതോത്സവത്തിൻ്റെ നീണ്ട 50 വർഷങ്ങൾ പിന്നിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഗുരുപവനപുരിയുടെ പുണ്യഭൂവിൽ നിരവധി മനസ്വികളുടെ ആത്മാർപ്പണത്തിൻ്റെ പ്രതിബിംബങ്ങൾ തെളിയാതെ വയ്യ. ദേശവിദേശങ്ങളിൽ നിന്നും നിരവധി കലാകാരന്മാർ പങ്കെടുക്കുന്ന സംഗീതോത്സവത്തിൻ്റെ പിൻതാളുകൾ മറിക്കുമ്പോൾ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ എന്ന അമാനുഷ പ്രതിഭയുടെ ഗുരുവായൂരപ്പനുമായി ഉൾച്ചേർന്ന ജീവിതം, സുദൃഢബന്ധം എല്ലാം തെളിഞ്ഞു വരും. ഭാഗവതർ എന്ന മഹാഗുരുവിൻ്റെ ഛായയിൽ ഉയർന്നു വന്ന നിരവധി ശിഷ്യ പരമ്പരകളും ആ ഏടുകളെ സമ്പന്നമാക്കുന്നുണ്ട്. എന്നാൽ ചരിത്രത്തിൽ ഇടം കിട്ടാതെ പോയ നിഷ്കാമകർമ്മികളായ നിരവധി ഉപാസകർ ഭാഗവതർ എന്ന മഹാനദിയോട് ചേർന്ന തെളിമയാർന്ന നീർച്ചോലകളാണ്, ഭാഗവതദാസന്മാരാണ്. അതിൽ പലരും ഏകാദശി സംഗീതോത്സവത്തിൻ്റെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ചവരും ആണ്. അവരിൽ ഒരാളാണ് കൊങ്ങൂർപ്പള്ളി ശ്രീ പരമേശ്വരൻ നമ്പൂതിരി. ഗുരുവായൂർ ഏകാദശി സംഗീതോത്സവം ചെമ്പൈ സംഗീതോത്സവമായി മാറുന്നതിൽ പരമേശ്വരൻ നമ്പൂതിരിയുടെ പ്രവർത്തനങ്ങളുടെ ഒരു രേഖപ്പെടുത്തലാണ് ഈ ഹ്രസ്വചിത്രത്തിൻ്റെ ലക്ഷ്യം. അന്നൊക്കെ എന്താ വെച്ചാല് ഈ ഞാൻ കുന്നോളത്താണ് ഞാൻ ജനിച്ചു വളർന്നിട്ടുള്ളതൊക്കെ. ഗുരുവായൂരെ ഒരു 7 മണിയൊക്കെ 7:30 മണി കഴിഞ്ഞ് സന്ധ്യ കഴിഞ്ഞാൽ ബസ്സൊന്നുമില്ല കുന്നോളത്തേക്കും പറഞ്ഞാൽ. അപ്പോൾ അവിടെ ഭൂദേവി ബംഗ്ലാവിലാണ് ഭാഗവര് താമസിക്കുക കിടക്ക് കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ പോയി ഞങ്ങളും ഇരിക്കും. ഇപ്പോൾ പഴയ കഥകളൊക്കെ പറയും. ഭാഗവര് ഈ ആദ്യമായിട്ട് ഇവിടെ പാടാവുന്നത് ഗുരുവായൂര് പാടാവുന്നത്തെ കഥയൊക്കെ ഭാഗവര് പറയാറുണ്ട്. ഈ ഗുരുവായൂർ അഷ്മാഷ്ട അച്ഛന് അന്ന് അവിടെ ഈ SI. അപ്പോൾ ഭാഗവതർക്ക് അന്ന് 10 വയസ്സോ മറ്റൊരു ദിവസമായി. അപ്പം ഗുരുവായൂർ വന്ന് പാടി അവിടുന്ന് പുറത്തേക്ക് നാടകയിൽ ഇറങ്ങി വരുമ്പോൾ ഒരു പോലീസുകാരൻ വന്നിട്ട് പറഞ്ഞ SI അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ പാടാമെന്നാൽ കക്കാനും പിടിക്കാനൊന്നും വന്നതല്ല എന്ന് പറയാം. ഒരു ഓഫീസർ SI പിടിക്കുന്നു പറഞ്ഞാൽ ഇങ്ങനെ പറയാം, അല്ല ഞാൻ ഉള്ള കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ കേട്ടു പാട്ട് അസലായിട്ട് പാടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്തോ അന്നത്തെ 50 100 എനിക്ക് ഓർമ്മയില്ല കൊടുത്തു. അത് ബാഗിലിട്ടിട്ട് അതിന്റെ പലിശ കൊണ്ടാണ് പിന്നത്തെ വർഷം മുതൽ വന്ന് പാടാൻ തുടങ്ങിയിട്ട്. மாநில மயிலாப்பூர்ல அவர் இருக்கும்போது அவர் கூட நிறைய பேசி நிறைய நாங்கள் 2 பேரும் வாசிப்போம். நிறைய டீ கடைக்கு போய் டீ எல்லாம் சாப்பிடுவோம். அவ்வளோ ரொம்ப வழக்கமாக டீ சாப்பிடலாம் அப்படின்னு அழைச்சிட்டு போயிடுவார். சரி ஒரு காரியம் பண்றோம், ஈஸ்வரா பாகவதரை போய் பார்ப்போம். நீ ரொம்ப நாளா கேட்டு பாகவதரை பார்க்கணும் போகலாம் அப்படின்னு நான் தான் ஸ்கூட்டர்ல அழைச்சிட்டு போனேன். பாகவதரை லலிதா அவரு பாஷா அந்த ஈஸி சேர்ந்த ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് നടത്തിവരുന്ന ചെമ്പൈ സംഗീതോത്സവം അത് ആരംഭിച്ചാൽ കുങ്ങൂർപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരിയെ ഓർമ്മ. കാരണം അതിൻ്റെ ആദ്യകാലങ്ങളിൽ ഇത് ഇങ്ങനെ ചിട്ടപ്പെടുത്താൻ ഒരു നിർണായക പങ്കുവഹിച്ചത് കൊങ്ങൂർപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരിയാണ്. അദ്ദേഹം ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ശിഷ്യൻ മാത്രമല്ല, അദ്ദേഹത്തിന് നിഴൽ പോലെ പിന്തുടർന്ന ഒരു വലിയ മഹത് വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം സംഗീതത്തിന് വേണ്ടി അദ്ദേഹം വളരെയധികം അത്യധ്വാനം ചെയ്തിട്ടുണ്ട്. ഈ സംഗീതോത്സവത്തിന് ഇത്രയധികം അടിത്തറട്ടാൻ അദ്ദേഹമായിരുന്നു ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു പങ്കുവഹിച്ചു. எனக்கு ஞாபகத்தில் இருக்கிறது வந்து PS நாராயணசாமி, அவர் திருச்சூர் ராமச்சந்திரன், சாருமதி ராமச்சந்திரன், செங்கல்பட்டு ரங்கநாதன், சித்தூர் கோபாலகிருஷ்ணன், கும்பகோணம் பிரதேஷ், குருவாயூர் பொன்னம்மாள், குருவாயூர் துரை, அப்புறம் TV கோபாலகிருஷ்ணன், KV கிருஷ்ணன், இப்படி ஒரு எனக்கு தெரிஞ்ச ஞாபகத்தில் உள்ள ஒரு 20 பேர் 30 பேர் சொல்கிறேன். இன்னும் நிறைய பேர் வந்தாங்க. எல்லாருக்கும் கைட் பண்ணி அவ்வளோ பேருக்கு டிக்கெட் எல்லாம் இது பண்ணி அங்கே வந்து ரூம் குருவாயூரில் போய் அந்த கச்சேரி ஆர்கனைஸ் பண்ணதும் பரமேஸ்வர் நம்பூதிரி சார் தான்.
அவர் தான் பண்ணார். ஆளாளுக்கு இவ்வளோ டைம் அப்படின்னு சொல்லி ஒரு டைம் ஒதுக்கி கொடுத்து காலையில் ஒரு 8 மணிக்கு ஆரம்பித்தேன்னா ராத்திரி 11 மணி வரையும் நடக்கும். ஆனால் அத்தனை கச்சேரிக்கும் செம்பபாதர் உட்காந்துருப்பார். அங்கே அந்த கச்சேரியிலே உட்காந்துருப்பார். அடுத்தடுத்து யார் பாடுறது அப்படின்னு சொல்லி പരമേശ്വരൻ നമ്പൂതിരി സാർ தான் അടുത്തടുത്ത് அந்த പ്രോഗ്രാമെല്ലാം ഏർപ്പാട് பண்ணுவார். അത് പറഞ്ഞപ്പോഴാണ് ഒരു 63 മുതൽ ഞാനും ഈ ഏകാദശി സംഗീതോത്സവത്തിൽ അവിടെ വായിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനും കാരണക്കാരൻ മാഷ് ഞാൻ രാജേന്ദ്രൻ വരണം. രാവിലെ മുതൽ അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, രാവിലെ മുതൽ വൈകുന്നേരം വരെ സി രാജേന്ദ്രൻ വായിക്കും, സി നരേന്ദ്രൻ മുഖം എന്നുള്ളതിൻ്റെ ആയിരുന്നു. അന്ന് ഞങ്ങൾ രണ്ടുപേരും എന്താ പറയുക ധാരാളം വായിച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് പാലക്കാട് എസ് എ രാമകൃഷ്ണൻ സാറുണ്ടായിരുന്നു, സി ആർ മണിയിലുണ്ടാവും, ഇതൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്, ഇല്ല എന്നല്ല പറയണം. പക്ഷെ അനവധി ഇത് എന്താ പറയുക സംഗീതാരാധനയ്ക്ക് അന്നൊക്കെ വായിക്കാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹമൊക്കെ കൂടെയാണ് ശരിക്ക് ഈ ചെമ്പൈ സംഗീതോത്സവത്തിന് തുടക്കം കുറിച്ചത്. അന്ന് ചെമ്പൈയുണ്ടായിരുന്നു, അദ്ദേഹം പാടും. ഇപ്പോൾ പരമേശ്വരൻ നമ്പൂതിരിയാണ് ഇതിൻ്റെ ആദ്യാവസാനമായിട്ട് അവിടെ ഉണ്ടാവുകയും കലാകാരന്മാരെയൊക്കെ മദ്രാസിൽ നിന്ന് വരുത്തുകയും അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്യുകയും അതൊക്കെ സ്വന്തം എന്താ പറയുക ഒരു സ്വന്തം കാര്യം പോലെ അത്രയും ആത്മാർത്ഥമായിട്ട് ഗുരുനാഥന് വേണ്ടിയിട്ട് ചെമ്പൈക്ക് വേണ്ടിയിട്ട്. ഭാഗവതർ എന്ന് പറഞ്ഞാൽ മാഷക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാൻ തയ്യാറാണ്. ഭാഗവതർ എന്ന് പറഞ്ഞാൽ അത്രയും ഒരു 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 ഇതില്ല ബഹുമാനമോ അല്ലെങ്കിൽ സ്നേഹമോ എന്താ പറയാറില്ല. മാഷക്ക് ഒരു അങ്ങനെ ഒരു ശരിക്കും ഒരു ശരിയായ ഒരു ശിഷ്യൻ മാതിരി. അപ്പൊ ഭാഗവതരുടെ കാര്യങ്ങൾ നന്നായി വരണം, പേരെടുക്കണം, പേര് വരണം എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണല്ലോ അത് ഇനി കുറച്ചുകൂടെ പോപ്പുലർ ആവട്ടെ, കേരളം മുഴുവനുള്ള ആൾക്കാർ മുഴുവൻ കേൾക്കട്ടെ എന്നുള്ള പേരില് അത് പിന്നെ വലുതായി ഇപ്പൊ അത് AR കഴിഞ്ഞു, ഇപ്പൊ TV ടെലികാസ്റ്റ് ചെയ്യാൻ തുടങ്ങി, അത് ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. எனக்கு முதல்ல நம்பூதிரி மாமா தான் என்னை கூப்பிட்டது, வந்து கூட அங்கே வாய்ச்சூர் அப்படிங்கிறார். குருநாதர் ஏகாதசி சமயத்தில் எனக்கு கச்சேரி கொடுத்தது எனக்கு முதல்ல எனக்கு குருநாதர் அவர் கூப்பிட்டு வந்தது எனக்கு பெரிய பாக்கியம். ഇപ്പം ഗുരുവായൂർ നടക്കണ ഇപ്പം വൈദ്യുത ഭഗവതി ഏകാദശിയെ പറ്റിയിട്ടും അദ്ദേഹം ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആദ്യമായിട്ട് നടന്നത് അദ്ദേഹം അന്ന് ധാരാളം കഷ്ടപ്പെട്ടിട്ടാണ് നടത്തിയിരിക്കുന്നത്. ഇന്നത്തെ പോലെ ബസ്സോ അല്ലെങ്കിൽ കാറിൻ്റെയോ ഒന്നിനും സൗകര്യം അന്നത്തെ കാലത്തില്ല. അപ്പോൾ ഒരു 10 മൃദംഗം, അത് അന്ന് ഈ പറഞ്ഞ പോലെ ഇന്നത്തെ മാതിരി മോഡേൺ ബാഗ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഇങ്ങനെ അതിൻ്റെ മൃദംഗം ഇങ്ങനെ കാക്കി കവറിലാക്കി കൊണ്ടുവന്ന് 10 മൃദംഗം, ഓരോരോ മൃദംഗം രണ്ട് കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു 10 അടി നടക്കും, പിന്നെ ആദ്യം പെല്ലിക്ക് വരും, പിന്നെ ആദ്യം 10 അടി നടക്കും, പിന്നെ ആദ്യം മൃദംഗം അവിടെ കൊണ്ടുവച്ചു. ഇങ്ങനെ കോട്ടപ്പടി മുതൽ ഗുരുവായൂർ വരെ 10 മൃദംഗം. ഇന്നത്തെ ആൾക്കാർക്ക് നടക്കാൻ തന്നെ പറ്റില്ല. മൃദംഗം വെച്ചിട്ട് ഈ 10 മൃദംഗം കൊണ്ടുപോയിട്ട് അന്ന് ഈ കാലത്ത് വിദ്വാന്മാരെ വിളിച്ച് ഇങ്ങനൊരു സംരംഭമായിട്ടുള്ള എന്താ ചെമ്പൈ സംഗീതോത്സവം എന്നുള്ള ഈ ഒരു വലിയ സംഗീതോത്സവം അന്ന് നടത്താൻ അന്നത്തെ ആരംഭകാലത്ത് വലിയ ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അന്ന് ധാരാളം കച്ചേരികൾ പല വിദ്വാന്മാരെയും ഇൻവൈറ്റ് ചെയ്ത് പല വിദ്വാന്മാരെയും പാടിപ്പിച്ചിട്ടും അന്നത് ഭാഗവതരുള്ള കാലത്ത് വേറെ ഒരു ആത്മാർത്ഥത മാത്രം. അന്ന് ഭാഗവതർ ഇവിടെ വന്ന് ശിഷ്യന്മാരോട് കൂടി ഇവിടെ വന്ന് സംഗീതോപാസന നടത്തുമായിരുന്നു. അക്കാലത്തും പരമേശ്വരൻ നമ്പൂതിരി അവരുടെ കൂടെ ഉണ്ടാവും. എപ്പോഴും അദ്ദേഹം കേരളത്തിൽ വന്നാൽ പരമേശ്വരൻ നമ്പൂതിരി കൂടെ ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ കൂടെയാണ് വരിക. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ സംഗീത കച്ചേരി എങ്ങനെ നടത്തണം, അതിൻ്റെ ഒരു നിയന്ത്രണം എങ്ങനെയാണ്, ആ ഓരോരുത്തരുടെ പാടുന്നവരുടെ പട്ടിക തയ്യാറാക്കും ആദ്യം. അത് കഴിഞ്ഞ് ഓരോ സ്റ്റേജിൽ ഓരോ ആൾക്കാരും പാടുമ്പോൾ അതിൻ്റെ ഒരു ക്രമീകരണം, പിന്നെ അത് എത്ര സമയം വേണം, അത് കഴിഞ്ഞാൽ ആര് പാടണം, ഇതിൻ്റെയൊക്കെ ഒരു നിയന്ത്രണം ഭാഗവതർ അവിടെ ഇരിക്കും വശങ്ങളിൽ. അതിൻ്റെ ഒരു നിയന്ത്രണം നമ്പൂരിപ്പാടായിരുന്നു, പരമേശ്വരൻ നമ്പൂരിയായിരുന്നു. அது அவர் சொல்லிக் கொடுக்கறது எப்படின்னா, ரேஷமாம் சரணாகதம் பட்சிவாகன பத்மச்சாரமன்ன பன்னக சயன பத்மநாப பிரபோ ரேஷமாம். இதை 50 டைம்ஸ் பாட சொல்வார் இந்த 2 வரியே. இன்றைக்கி இதோட கிளாஸ் முடிஞ்சாச்சு அப்படிம்பார்.
அப்புறம் நாளைக்கு பார்த்தா அனுபல்லவி. என்ன 73 செம்பை வைத்தியநாத பாகவதருக்கு குருவாயூரில் அபினவ தியாக பிரம்மனும் ஒரு பட்டம் கொடுத்தாங்க. அப்போது செம்பை பாகவதர் என்னை கண்டிப்பாக இந்த வருஷம் நீ குருவாயூருக்கு குருவாயூர் சன்னதியில் பாடி ஆகணும் அப்படின்னு லீவ் கிடைக்காது, அதெல்லாம் சொல்லக்கூடாது, உனக்கு இந்த அனுகிரகம் நீ வாங்கிக்கணும், குருவாயூரில் நீ அந்த அனுகிரகம் வாங்கிக்கணும் அப்படி சொல்லி செம்பை வைத்தியநாத பாகவதர் என்கிட்ட சொல்லி, நீ பரமேஸ்வர நம்பூதிரிக்கிட்ட போய் சொல்லு, நானும் வரப்போகிறேன்னு சொல்லு, அவன் எல்லாம் ஏற்பாடு பண்ணுவான் அப்படி சொல்லி, அப்புறம் அவர் தான் எனக்கு பரமேஸ்வர நம்பூதிரி சார் தான் எனக்கு எல்லா விதமான ஹெல்ப் பண்ணி என்னை அங்கே குருவாயூர் சன்னதிக்கு அழைச்சிட்டு போனார். இது மாதிரி குருவாயூரில் எனக்கு பழக்கப்படுத்தினது பரமேஸ்வர நம்பூதிரியான. அது மட்டும் இல்லை, இந்த குருவாயூர் உற்சவத்தில் நிறைய கச்சேரி நடக்கும். எல்லா கச்சேரிக்கும் அப்போ நானும் வாசனும் ஒரு கோஷ்டி, நாங்கள் 2 பேரும் சேர்ந்து வாசிக்கணும் அப்படின்னு சொல்லிட்டு நிறைய பரமேஸ்வரன் நம்பூதிரி ஈஸ்வரன் வாசிக்கட்டும், இந்த கச்சேரி அது வாசிக்கட்டும் அப்படின்னு அப்புறம் தான் கொஞ்சம் ஏற்பாடெல்லாம் கொஞ்சம் மும்முரமாக எல்லாம் பண்ணியிருந்தார். ஒரு சந்தர்ப்பத்தில் நான் வைத்தியநாத பாகவதருக்கே எங்கள் அந்த மேடையில் வாசிச்சிருக்கேன். அதுக்கு சொன்னதும் பரமேஸ்வரன் நம்பூதிரி தான், ஈஸ்வரன் வாசிக்கட்டும் அப்படின்னு. டிவிஜி சார் மிருதங்கம், நான் ஒரு மிருதங்கம், இப்படி வாசித்தோம் நாங்கள். அதனால் இந்த குருவாயூர் அப்படின்னால நம்ம பரமேஸ்வரன் നമ്പൂതിരിയെ സ്മരിക്കാமல் இருக்கவே முடியாது. മാഷ് തന്നെയാണ് ഇപ്പം എന്താ പറയുക, ഭാഗവതരുടെ വലം കൈയായിട്ട് ഭാഗവതരുടെ കാര്യങ്ങൾ നോക്കണം, ഇവിടുത്തെ പാടാമെന്നുള്ള ഭാഗവതന്മാരുടെ അല്ലെങ്കിൽ സംഗീതവിദ്വാന്മാരുടെ കാര്യങ്ങൾ നോക്കണം, അവരെ തൊഴാനുള്ള ഏർപ്പാട് ചെയ്തു കൊടുക്കണം. ഇതുമാതിരിയുള്ള എല്ലാ മാഷും ഞാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഈ 74 വരെ അങ്ങനെ പോയി. 74ലാണ് ഭാഗവതം ഈ ഏകാശിക്ക് മുമ്പ് വെച്ച് ഡോക്ടർ മാസം 16 അദ്ദേഹം അന്തരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ മാഷിൻ്റെ കത്താണ് ഈ എന്താ പറയുക, ഭാഗവതർ ഇവിടെ ഈ ഗുരുവായൂർ ഏകാശിക്ക് ഇവിടെ വന്ന് പാടിയിരുന്നു, അനുവദിച്ച് പേരെ അവിടുന്ന് മദ്രാസിനുള്ള വരും. എന്നിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയി, തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ. അവിടെ ചെന്നപ്പോൾ ഈ അന്ന് 7:30 മദ്രാസിനുള്ള ഇതിൽ ഒരുപാട് ഭാഗവതന്മാർ വന്നിറങ്ങിയിട്ടുണ്ട്. മാഷ് ഇവിടുന്ന് ഇഡ്ഡലിയും ഇതൊക്കെ പാത്രത്തിലാക്കി കൊണ്ടുപോയിട്ട് ഇത് മുഴുവൻ അവർക്ക് എന്താ പറയുക ഇലയിട്ട് വിളമ്പി കൊടുത്ത് അതൊക്കെ കഴിപ്പിച്ച് അന്നൊരു ഇവരുടെ എന്താ പറയുക GBT ഒരു ബസ്സുണ്ടായിരുന്നു, റെയിൽവേ സ്റ്റേഷൻ വരെ വരും, ഗുരുവായൂർ നമ്പ്യാരുടെ ബസ്. അതിലെ ഇവരെയൊക്കെ കയറ്റി അയച്ചിട്ട് ഇനി വൈകുന്നേരം അങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞു ഞങ്ങൾ. എന്നിട്ട് വൈകുന്നേരം മുതൽ പിന്നെ ഈ 2-3 ദിവസം ആ സംഗീതോത്സവം മുഴുവൻ ഞാൻ മാഷ കൂടെ ഉണ്ടായിരുന്നു. அவன் குருமூர்த்தி கேட்டியா, அவனுக்கு ஒரு நல்ல காலம் வந்துடுத்து, அப்படி அவன் பரமேஸ்வரனுக்கு அவனுக்கு ஒரு நல்ல காலம் வந்துடுத்து. குருவாயூரப்பன் எல்லாம் உனக்கெல்லாம் நல்லா கிடைக்கும், எல்லாம் குருவாயூரப்பன் அருள், நீங்கள் இந்த வருஷம் பாடிட்டே இல்லையே, உனக்கு எல்லாம் கிடைக்கும் அப்படின்னு எனக்கும் நிறைய ஆசீர்வாதம் பண்ணுன்ற இந்த ஒரு பாருங்க. പിന്നെ ഗുരുവായൂർ മാഷ് ഇതൊക്കെ ആദ്യവസാനം എന്നല്ലാണ്ട് മാഷ് കയറിയിരുന്ന് വായിക്കാൻ പറയുന്നത് വളരെ കുറവായിട്ടേ ഉണ്ടായിട്ടുള്ളൂ. அதுக்கு முன்னாடி செம்பை வைத்தியநாத பாகவதர் அவர் மாமா தான் ஃபுல்லா அவர் பொறுப்பெடுத்து அந்த ஆர்கனைஸ் பண்ணி அந்த நடத்தியிருந்தார் முன்னாடி 1974 முன்னாடி. அதுக்கப்புறம் 1975ல நம்பூதிரி மாமா தான் அந்த குருவாயூர் அந்த ஏகாதசி ஃபெஸ்டிவல்ல தலைமை எடுத்து அதை அதை நடத்தி அவர் அந்த கண்ட்ரோல் அந்த மியூசிக் ப்ரோக்ராம்ஸ் எல்லாம் ஃபுல் கண்ட்ரோல் அவருடைய ஆர்கனைஸ் அவர் கண்ட்ரோல்ல தான். അപ്പോൾ ഈ ഗുരുവായൂർ മറ്റേ ഏകാദശി എന്നുള്ള എല്ലാവരും അങ്ങനെ ഒരു സംഗീതോത്സവം ഇപ്പോൾ ഇത്രയും കാലം അപ്പോൾ ഗംഭീരമായിട്ട് വരുന്നൊരു സംഗീതോത്സവമാണ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഗീതോത്സവമാണ്. അതിൻ്റെ ഒരു പ്രാരംഭം എന്നുള്ള നിലയ്ക്ക് അതിനെ തൊട്ട് പൊന്നാക്കിയത് വല്യച്ഛനാണ്. എടോ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, ഗുരുവായൂർ ഏകാദശി ഗംഭീരാക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് കൊടുത്തിറങ്ങി. ഇങ്ങനെ 10 ആളായി, 5 ആള് 10 ആള്, ആദ്യം 3 ആള് ഭാഗവത, ഒരു തൃച്ചി രാധാകൃഷ്ണൻ, ഒരു ഫ്ലൂട്ട്, TK രാമചന്ദ്രൻ, ഞാൻ. പിന്നെ 2 ദിവസം നടപ്പ് 3 ദിവസമായി. പിന്നെ ഒരു കമ്പാർട്ട്മെന്റ് മുഴുവൻ 75 ആളെ മദ്രാസിൽ നിന്ന് കൂട്ടിക്കൊണ്ടിരുന്ന ഭഗവത് പറഞ്ഞിട്ട് ഞാനല്ല ഭഗവത് അങ്ങനെ കൊണ്ടുവന്ന അത്ര സമയത്ത് കുപ്പി കൊണ്ടുവരും ഞാൻ. 3 നാളെങ്കിൽ എണ്ണയും 3 ഉണ്ട കളഭവും 2 എണ്ണയും 50 റുപ്യാണ് ഇന്നത്തെ വരുമാനം.
3 ദിവസം ഞങ്ങൾ വരും, അവിടെ ഉണ്ടാവും. അവിടെ ഞങ്ങൾക്ക് വേണ്ടതൊക്കെ അവിടെ ഏർപ്പാട് ചെയ്യണമെന്ന് സാമൂതിക്ക് എഴുതും. അപ്പോൾ സാമൂതി ഇവിടുന്ന് സാപ്പാടൊക്കെ അമ്പലത്തിൽ നിന്ന് കൊടുത്തേക്കും. അമ്പലത്തിൻ്റെ അവിടെ എത്തിക്കണ്ടേ, അത് ഞാൻ അല്ലാതെ കെറ്റി കൊണ്ടുകൊടുന്ന് എല്ലാവർക്കും വിളക്ക് കൊടുത്ത എല്ലാവർക്കും അങ്ങനെ 75 ആൾ വരെ വന്നിറങ്ങി. മടുത്തുക്കുട രാജഗോപാലകര്, തൊഴിൽ രാജഗോപാല ശർമ്മ, ഭാഗവര, വി ആർ കൃഷ്ണൻ, പി എസ് നാരായണസ്വാമി, RS മണി, കുംഭകോണം പ്രദേശ് 2 ആള്, ഇങ്ങനെ 10-15 ആളുണ്ടാവും വന്നു. 4 ദിവസത്തെ കച്ചേരി പോകും. വൈകുന്നേരം കച്ചേരിക്ക് വന്നാൽ പിന്നെ ചുമ്മാ ഉட்காந்து ചീട്ടെടുത്ത് എടുത്ത് മുടിയാത് അകണ്ടം വേണം. ഒരു അകണ്ട സാധാരണ ഒരു പഞ്ചരത്നം പാടാൻ പറഞ്ഞു. ഞാൻ എല്ലാവരും വിളിച്ചു കൊടുത്തു. പാടലാമായി തോന്നുന്നു. എല്ലാവരും കൂടി ഗുരുവായൂർ പോയിട്ട് സാബരം എടുത്ത് പോയിട്ട് ഒരു പഞ്ചരത്നം പാടണം പോകണ്ട, നിങ്ങൾ ഉட்காந்துക്കണാങ്ക പഞ്ചരത്നമാ. ஆமாம், இவன் தானே சொன்னான். ஆமாம், திருவையாறாவது ஒன்றும் வேண்டாம். இல்லை, நீங்கள் வந்து உட்கார்ந்து சரியாக நீங்கள் வந்து உட்கார்ந்து പറഞ്ഞു. പോലെ വാ. അങ്ങനെയാണ് ഈ പഞ്ചായത്തിറങ്ങിയത് ഗുരുവായൂർ. ഈ പഞ്ചായത്തിറങ്ങാനുള്ള കാരണം അതാണ്. അന്ന് ആ കൊടിമരത്തിന്റെ ചുവട്ടിലാണ് അതിന് വലത്ത് ഭാഗത്ത് തെരഞ്ഞു വെക്കുമ്പോൾ വലത്ത് ഭാഗത്താണ് നിലത്തിട്ടിട്ടാണ് ചിങ്കപ്പട്ടം കാമ്പുരക്കുണ്ട്. RS മണി, പി എസ് നാരായണൻ, ഇ ആർ കൃഷ്ണൻ, ചിങ്കപ്പട്ടം രംഗനാഥൻ, കുംഭകോണം പ്രദേശത്തിലുള്ള ആള്, തുറയൂർ രാജഗോപാല ശർമ്മ, 10-12 അവര് അന്ന് പഞ്ചായത്താ കണ്ടോ. അവർക്ക് ഇങ്ങനെ കേട്ടിട്ടില്ല. അവരങ്ങനെ ഗംഭീരായി, സന്തോഷമായി എല്ലാവർക്കും. പഞ്ചായത്ത് പിറ്റേന്ന് പോലെ വിളിക്കുകയും ചെയ്തു. ആ 74 തന്നെയാണ് എൻ്റെ ഓർമ്മ. അന്ന് ഞാൻ ആകാശവാണിയിൽ ജോയിൻ ചെയ്തിട്ടില്ല. ഏകാശി സംഗീത പരിപാടികൾ റിലേ ചെയ്യണം റേഡിയോ കൂടെ എന്ന് പറഞ്ഞിട്ട് മാഷ് തന്നെയാണ് അതിന് മുൻകൈ എടുത്തിട്ട് അന്ന് KBG മേനോൻ മറ്റു സ്റ്റേഷൻ എഞ്ചിനീയർ ഉണ്ടായിരുന്നു. എന്നിട്ട് അവരുടെയൊക്കെ ആദ്യവസാനത്തിൽ ഇവിടുന്ന് കുറേ പേരുടെ എന്താ പറയുക കയ്യൊപ്പ് വാങ്ങിച്ചിട്ട് 3000-3500 എനിക്ക് ഓർമ്മയില്ല, 3000 വിദേശിച്ചിട്ടുണ്ട്. അതിൽ ഒരാൾ ഞാനുമാണ്. ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടാണ് എനിക്ക് ഓർമ്മയുണ്ടത്. ഇവിടുന്ന് മറ്റേ എന്താ പറയുക ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിക്ക് പോയിട്ട് നവമി ദിവസം മറ്റാണ് ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് മാഷ എഴുതിയിട്ടുള്ള റിലേ. പക്ഷെ ബ്രോഡ്കാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അന്ന് നേരിട്ടിട്ടുള്ള റിലേ അല്ല. പ്രധാന പരിപാടികൾ കുറച്ച് റെക്കോർഡ് ചെയ്തിട്ട് അരമണിക്കൂറൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് അത് പിന്നീട് പ്രക്ഷേപണം ചെയ്യണ മാതിരിയുള്ള ഇത്. അത് 74 തുടങ്ങിയിട്ടുണ്ട്. 75 ഒരുമാതിരി 3 ദിവസത്തെ പ്രോഗ്രാം റെക്കോർഡ് ചെയ്തിട്ട് പിന്നീട് പ്രക്ഷേപണം ചെയ്യാറുണ്ടായിരുന്നു. 76 ആയപ്പോഴത്തേക്കും 75 മുതലാണ് ശരിക്കും ഈ ദേവസ്വം ഗുരുവായൂർ ദേവസ്വം ഏറ്റെടുത്തിട്ട് ചെമ്പൈ സംഗീതോത്സവം എന്ന് പറഞ്ഞിട്ടുള്ളത് ആരംഭിച്ചിട്ടുള്ളത്. 74 മാഷ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിനുശേഷം ഈ ചിത്രത്തിൽ നിന്നൊക്കെ മാഷ് ഒഴിവായിരുന്നു. നിരന്തരം കുമാരപ്പള്ളി ആവശ്യപ്പെടുകയും ഇത് റേഡിയോയിൽ നമുക്ക് റിലേ ചെയ്യണം, റേഡിയോ കൂടെ പ്രക്ഷേപണം ഉണ്ടാവണം, ആൾക്കാർ കേൾക്കണം എന്ന് നിരന്തരം ആവശ്യപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ഈ ആവശ്യത്തിന് റേഡിയോ നിലയം വഴങ്ങുകയും അങ്ങനെയാണ് റിലേ തുടങ്ങിയത്. അത് എനിക്കറിയാം, ഞാൻ സാക്ഷിയാണ്. അപ്പോൾ 75 റിലേ തുടങ്ങുന്നത്. അപ്പോൾ ചെമ്പൈയില്ല, 74 ചെമ്പൈ നമ്മൾ വിട്ടു പിരിഞ്ഞു. 75 മുതൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെമ്പൈ സംഗീതോത്സവം എന്നുള്ള പേരിൽ ആകാശവാണി റിലേ ചെയ്ത് തുടങ്ങി. ഇത് 3 സ്റ്റേഷൻ എടുത്ത് തുടങ്ങി. തിരുവനന്തപുരം, കോഴിക്കോട്, തൃശ്ശൂർ, അങ്ങനെ 3 സ്റ്റേഷൻസിൽ. അത് ഇതിനൊക്കെ പിന്നിൽ കുമാരപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരിയുടെ പരിശ്രമം ആയിരുന്നു എന്നുള്ളതിന് ഞാനും കൂടെ സാക്ഷിയാണ്. ഞാൻ അന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ അശ്രാന്ത പരിശ്രമം കാരണമാണ് ഇത് ഈ നിലയിൽ ഇന്ന് എത്തി നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഏകാദശിയോത്സവമായിട്ട് തുടങ്ങി അത് ചെമ്പൈയുടെ സ്മരണാർത്ഥം ചെമ്പൈ സംഗീതോത്സവമായിട്ട് മാറിയതും ഒക്കെ അതിനൊക്കെ സാക്ഷ്യം വഹിച്ചിരുന്ന ഒരു മഹത് വ്യക്തിയാണ് കുമാരപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരി. அவர் ரொம்ப அதுக்கோசரம் பரிசிரமப்பட்டு ஏகப்பட்ட லெட்டர்கள், போக்குவரத்து, கரஸ்பாண்டன்ஸ் எல்லாம் பண்ணி இந்த குருவாயூர் ஏகாதேசியில் நடக்கிற கச்சேரிகள்லாம் ரொம்ப வசதியான கச்சேரி, பெரிய சமாச்சாரங்கள். இதை AIR ரெக்கார்ட் பண்ணி ப்ராட்காஸ்ட் பண்ணணும் அப்படிங்கிற ஒரு மும்முரத்தை செஞ்சது அவர். ஆஸ் யூஷுவல் கவர்மெண்ட் என்ன பண்ணோம், எல்லாரையும் நம்ம பண்ண முடியாது, ஒன்லி A கிரேட் அண்ட் டாப் ரேங்கிங் தான் பண்ண முடியும்னு அப்படி ஒரு ரூலை கொண்டு வந்து நம்பர் ஆஃப் கான்சர்ட் AIR எடுக்கிறத குறைச்சி விட்டான். நான் எக்கச்சக்க கச்சேரி நடக்கிறத எல்லாரையும் பண்ண முடியாதுன்னு சொல்லி அப்படி ஒரு எல்லாம் பண்ணி തിരുവമ്പാടിയിലെ സംഗീതോത്സവം വൈകുണ്ഠ ഏകാശി, അവിടെ തിരുവമ്പാടി ഏകാശിയോടനുബന്ധിച്ച്
ഇതുപോലെ സംഗീതോത്സവം ആരംഭിച്ചു. അതിൻ്റെ നേതൃത്വം കൊടുത്തിരുന്നത് പരമേശ്വരൻ പുരിപ്പാടാണ്. അതൊക്കെ ഇതിൻ്റെ പരിചയം കൊണ്ടായിരിക്കാം. ஏன்னா பாகவதற்கெல்லாம் அவர் வாதிச்சிருக்கார். அவர் பெரிய பாகவதற்கெல்லாம் வாதித்து அவரோட சிஷ்யருங்கிற மாதிரிலாம் இன்றைக்கி திருச்சூர் நரேந்திரன் ரொம்ப நல்ல பெரிய பேரோடு இருக்கார். அவருடைய குணங்கள் வந்து ரொம்ப ஃப்ராங்காக பேசுவார். பரமேஸ்வரன் நம்பூதிரி வந்து ரொம்ப ஃப்ராங்காக பேசுவார். நிறைய சர்வீஸ் மென்டாலிட்டி, அடுத்தவங்களுக்கு உபகாரம் பண்ணக்கூடிய ஒரு நேச்சர். அந்த ஆர்கனைஸ் பண்ணுறதெல்லாம் அழகாக பண்ணுவார். அந்த திருவம்பாடி கிருஷ்ணன் கோவில்லையும் சரி, குருவாயூர் கிருஷ்ணன் கோவில்லையும் சரி, எல்லாமே இந்த ஆர்கனைஸ் பண்ணுறது வந்து அதில் ரொம்ப எக்ஸ்பீரியன்ஸு, ரொம்ப சிஸ்டமேட்டிக்காக பண்ணுவார். அதெல்லாம் அதில் பார்ஷியாலிட்டி இருக்காது அவர்கிட்ட. எல்லாரும் பாடணும், எல்லாரும் சந்தோஷமாக இருக்கணும் அப்படிங்கிற ஒரு எண்ணம் உள்ள மனிதர் அவர். அது முக்கியமாக அதை சொல்லணும். அது காரணம் என்னன்னு கேட்டால், அந்த குணம் வந்து ചെമ്പൈ വൈദ്യനാഥപുരത്തേന്ന് അവർക്ക് വന്നത്. ഭാഗവതർ വിഷ്ണുപദം പ്രാപിച്ച കൊല്ലം തന്നെ ഭാഗവതരുടെ ഛായാചിത്രം വരപ്പിക്കാൻ വേണ്ടി പ്രയത്നിച്ചതും പരമേശ്വരൻ നമ്പൂതിരിയാണ്. സ്വന്തം ശിഷ്യന്റെ അച്ഛനായ മാധവൻ എമ്പ്രാന്തിരിയുടെ പക്കൽ നിന്നും കടം വാങ്ങിയ പണം കൊണ്ടാണ് ചിത്രരചനയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്താനായത്. ഗണപതി മാഷ് വരച്ച ചിത്രം 1974 ഏകാദശിക്ക് തന്നെ അനാച്ഛാദനം ചെയ്തു. അതേ ചിത്രമാണ് ഇന്നും ചെമ്പൈ ഏകാദശി സംഗീത മണ്ഡപത്തിൽ ഉള്ളത്. മാഷ് ഇവിടെ ജോയിൻ ചെയ്ത മുതൽക്ക് മാഷക്ക് എന്താ പറയുക, 24 മണിക്കൂറും സംഗീതത്തിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരാളെ എന്ന് വേണമെങ്കിൽ പറയാം. വേറെ ഒന്നിനെ പറ്റി ചിന്തയില്ല. സംഗീതം വെച്ചാൽ പാട്ട്, മൃദംഗം, ഇത് മാത്രം തന്നെയുള്ളൂ ചിന്ത. അപ്പോൾ നമുക്ക് ഒഴിവ് ദിവസങ്ങൾ, അന്ന് ശരിയും എല്ലാ ആഴ്ചയിൽ 6 ദിവസം ജോലിയുണ്ട്. ഞായറാഴ്ച മുടക്കാണ്. ആ ഞായറാഴ്ച ദിവസങ്ങളിൽ ഇവിടെ തൃശ്ശൂർ നടനനികേതനം ഹാളിലെ ഗോപാലഭാവര്, വ്യക്തിഭാവര്, തൃശ്ശൂർ വിജ്ഞാനഭാവര്, ആർ കൃഷ്ണയ്യര്, മിക്കവാറും ചില കച്ചേരിയില്ലാത്ത ദിവസങ്ങളിൽ നെയ്യാറ്റിങ്കര വാസുദേവൻ, പിന്നെ തിരുവഴ ശിവാനന്ദൻ, ടി വി രമണി, എൻ പി രാമസ്വാമി, ഇവരൊക്കെ വന്ന് എല്ലാവരും കൂടി ഇരുന്ന് പാടുക. വൈകുന്നേരം 6 മണി മുതൽ രാത്രി 9 മണി വരെ 10 മണി വരെ ഇരുന്ന് പാടുക. അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോടും വരാൻ പറയുമ്പോൾ ഞാനും നോടുന്ന വയലിനൊക്കെ എടുത്ത് പോയിട്ട് വായിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. സ്വാമികളുടെ കീർത്തനങ്ങൾ ആലപിക്കുക. ഇപ്പോൾ സംഗീതത്തിന് എല്ലാവരും എറണാകുളത്ത് എൻ പി രാമസ്വാമി, അങ്ങനെ പലരും വരും. അപ്പോൾ ഞങ്ങളൊക്കെ പങ്കെടുത്ത ബഹുള പഞ്ചികൾ നടത്തിയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഇതുപോലെ ചെമ്പൈത്സവം പോലും വൈകുണ്ഠ ഏകാദശി, ഗുരുവായൂർ ഏകാദശി കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞ് വരുന്ന ഏകാദശിയാണ് വൈകുണ്ഠ ഏകാദശി. അത് ഈ മാർഗഴി മാസം എന്ന് വെച്ചാൽ ധനുമാസത്തിൽ വരുന്ന ഏകാദശിയാണ് വൈകുണ്ഠ ഏകാദശി. അതിന് ചെമ്പൈ സംഗീതോത്സവം മോഡലിൽ തന്നെ ഇവിടെയും സംഗീതോത്സവം തുടങ്ങിയത് പരമേശ്വരൻ നമ്പൂതിരിയായിരുന്നു. അതിനിടയിലും മാഷ് ഇവിടെയുള്ള സമയത്തും പറഞ്ഞില്ലേ, സദാസമയം ഈ സംഗീതത്തിനെ കുറിച്ചുള്ള ചിന്ത മാത്രമേ മാഷക്കുള്ളൂ. വടക്കഞ്ചേരി ലക്ഷ്മീനാരായണയ്യര് മൃദംഗം വിദ്വാൻ ഇവിടെ തൃശ്ശൂരുണ്ടായിരുന്നു. മാഷ ഇവിടെ അവർ രണ്ടുപേരും പുരുഷോത്തം ശർമ്മയും 3 മൃദംഗക്കാരായിരുന്നു അന്ന്. അപ്പോൾ നമുക്ക് ഇതുപോലെ പോരാ എന്ന് പറഞ്ഞിട്ട് എല്ലാ മാസവും ബഹുള പഞ്ചമി തൃശ്ശൂർ വെച്ച് നടത്തിയിരുന്നു. ഇതിനൊക്കെ മാഷ തന്നെയാണ് മുൻകൈ, വേറെ ആൾക്ക് തോന്നിയിട്ടുള്ളതല്ല. അത് എന്താ പറയുക, ശങ്കരമംഗലം അമ്പലത്തിലൊക്കെ വെച്ചിട്ട് ഈ രാമകൃഷ്ണാശ്രമം, ഈ വിവേകാനന്ദ വിജ്ഞാന ഭവനില്ലേ, അവിടെ വെച്ചിട്ട് നടത്തിയിട്ടുണ്ട്. ബഹുള പഞ്ചമി നടനനികേതനത്തിൽ വെച്ച് നടത്തിയിട്ടുണ്ട്. ഈ എന്താ പറയുക, ഈ അഹോരാത്രം പറഞ്ഞ മാതിരി മുറിയാതെ എന്താ പറയുക അഖണ്ഡം ആയിട്ട് നടത്തിയിട്ടുണ്ട്. ഇതിനൊക്കെ ഞാൻ എപ്പോഴും ഞങ്ങളൊക്കെ എന്താണെന്നർത്ഥം കൂടെ പാടിയ കീർത്തനം പാടാൻ പാടില്ല. അപ്പോൾ അത് പിന്നെ ഇതുമാതിരി എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും എന്താ പറയുക കുറച്ചാൾ കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം അതാണ് പിന്നീട് വിവേകാനന്ദ സംഗീത സദസ്സായിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ അതിന് തൃശ്ശൂര് ഒരു എന്താ പറയുക ഒരു സംഗീതത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കിയത് തന്നെ മാഷാന്ന് ഞാൻ പറയാം. അതുവരെ അതല്ല. ഇപ്പോൾ ഇവിടെ ഇപ്പം ഗോപാലൻ ഭാവരുണ്ട്, ആർ കൃഷ്ണയ്യരുണ്ട്, തൃശ്ശൂർ വിദ്യാഭാവരുണ്ട്, പാടുന്നവരുണ്ട്, പലരും ഉണ്ട്. ഇവരൊക്കെ സംഗീതം അഭ്യസിപ്പിക്കേണ്ട അല്ലെങ്കിൽ കച്ചേരികൾ ചെയ്യേണ്ടതെന്നല്ലാതെ സംഗീതത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ എന്താ പറയുക ഈ ചാരസ്വാമിമാരിയുള്ള ത്രിമൂർത്തികളുടെ ഒരാളെ അല്ലെങ്കിൽ ത്രിമൂർത്തി സംഗീതോത്സവം കൊണ്ട് നടത്തിയിട്ടുണ്ട്.
മറ്റേ ത്യാഗരാജാരുടെ ദീക്ഷിതരുടെ ശ്യാമശാസ്ത്രിയുടെ എന്ന് പറഞ്ഞിട്ട് ഇതുമാതിരിയൊക്കെ ഇത് ത്യാഗകീർത്തനങ്ങൾ മാത്രം, ദീക്ഷികീർത്തനങ്ങൾ മാത്രം, ശ്യാമശാസ്ത്രി കീർത്തനങ്ങൾ മാത്രമായിട്ട് ത്യാഗബ്രഹ്മ സംഗീത സഭയിലൊക്കെ 3 ദിവസം സംഗീതോത്സവമൊക്കെ നടത്തിയിട്ടുണ്ട്. ഇതിനൊക്കെ കാരണക്കാരൻ മാഷ് തന്നെയാണ്, വേറൊരാളല്ല. ഗുരുവായൂരപ്പൻ എല്ലായിടത്തിലും ഉണ്ടല്ലോ. അപ്പൊ ഗുരുവായൂരനെ പോവാൻ സാധിച്ചില്ലെങ്കിൽ തിരുവമ്പാടിയില് റെഗുലറായിട്ട് ഞാൻ പോവാറുണ്ട്. ഐ മീൻ വായിക്കാൻ തുടങ്ങിയ കൊല്ലം മുതൽക്ക് എന്നാ എക്സാക്റ്റ് ആയിട്ട് തുടങ്ങിയെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ മാഷക്ക് അത് വലിയ സന്തോഷമാണ് വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയുള്ള ആർട്ടിസ്റ്റിനെ ചിലരൊക്കെ കോൺടാക്ട് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുവരാനൊക്കെ ഞാൻ കുറച്ച് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടായിരുന്നു. பரமேஸ்வரன் நம்பூதிரி மகாக்கு ரொம்ப நமஸ்காரம். மாமாவுடைய பழக்கம், அதாவது எங்கள் அப்பா மூலியமாக, எங்கள் தாத்தா மூலியமாக மாமா கிட்ட நான் பழக்கம் அடைஞ்சது. அதை மறக்கவே முடியாது. அந்த ஒரு 10 to 15 20 வருஷமாக மாமா போய் வந்தது. முன்ன மக்களஹாரத்துலையும் சரி, அந்த சேம் டைம் திருவம்பாடி கோவில் பக்கத்தில் இருக்கப்பட்ட இடத்துலையும் சரி, குருவாயூர் தேவஸ்வமில் போய் வாசிச்சுட்டு வந்தேன். மாமா ரொம்ப பிரமாதம். அதாவது மாமாவுடைய கைடன்ஸ் ரொம்ப சந்தோஷம், அது சொல்லவே கூடாது. அந்த ராமர் கோவிலையும் போய் வாசிச்சது, முன்னிருந்து மங்களஹாரத்தில் ராமர் கோவிலையும் போய் வாசிச்சது. அந்த ராமர் கோவிலையும் ரொம்ப மாமா ரொம்ப அரவணைப்பாக இருந்து அந்த கைடன்ஸ் கொடுத்து அவங்க இது பண்ணது ரொம்ப சந்தோஷம். முக்கியமாக மாமாவுடைய தர்மபத்தினி அந்த நந்தினி அவருடைய பால் பாயசம், இன்னும் நாளில் திவட்டம் அதுவும் சொல்லி ஆகணும். பால் பாயசம் சொல்லி ஆகணும். மாமாவுடைய கைடன்ஸில் வந்து இது திருவம்பாடி கோவிலில் வருஷம் நாங்கள் போய் நானும் அப்பாவும் போயிட்டு வாசிச்சுட்டு வருவோம். மாமா அது ரொம்ப ஆச்சரிச்சுட்டு ரொம்ப சந்தோஷம். நீங்கள் தான் வந்து அனுபவிச்சுட்டு ரொம்ப சந்தோஷம். முக்கியமாக அப்பா கிட்ட மாமா அடிக்கடி கேட்டது தனங்கினியில் மாயே அந்த பாட்டு சுவாமி தீட்சிதர் பாட்டு கடைசியாக அது லாஸ்ட்டுக்கு ஆரம்பிச்சிடணும் அப்படிங்கிறது கேட்கலாம். ஸோ அதுதான் இருந்து பக்கத்துல இருந்து நான் கவனிச்சுட்டு ரொம்ப சந்தோஷம். அவர் காதில் விழுந்துருத்துங்க என்ன பண்ணார், அங்கேருந்து வேகம் வந்தார். அந்த படம் எடுத்து கொடுத்தார், நல்ல பெரிய படம். ஒரு சாப் ஒன்று போட்டேன். இது ஒன்று போறோம்டா, இதுதான் ₹1,00,000 சமானம். இந்த சாப்பு கிடைக்கிறதுன்றது ரொம்ப அபூர்வம், நான் சொல்லித்தரேன் வா. அப்படிதான் நான் அவர்கிட்ட போனது. இன்னே வரலையே, நான் போற வரலையும் ஒரு பைசா அவங்க பைசானா வெளியில போயிடுவார். கதவை திறந்து வைக்கோ போ போ இப்படிதான் சொல்லுவார். 8 காலம் வாசிக்கணும், முதல்ல பேசிக்லேருந்து சொல்லி கொடுப்பார். பக்கத்துல வந்து சொல்லி 8ஆம் காலம் வரலன்னா வாசிக்கலும் விட மாட்டார். 100 வாட்டி வாசி அப்பதான் வரும். பின்னாடி வருவார், இந்த கையை கட்டவரில் இந்த கையை பிடிச்சிடுவார். தான் சரியா போட மாட்டேன், ஓங்கி விடுறாரு. அப்படி போட்டா அந்த கட்டவரில் இந்த ரத்தம் வர முடியும். என்ன கண்ணில் தண்ணி ஆசி அப்படியே வாய்ச்சிட்டு இருப்பேன். சரி இன்னைக்கு சாப்பாடு உண்டு, சாப்பிட்டுட்டு தான் போகணும் அப்படியா அப்படின்னு பூஜையெல்லாம் முடிச்சு. அப்படி ஒரு தங்கமான ஒரு மாஸ்டர் கிடைக்கிறதுன்றது இன்னைக்கு நான் நினைச்சு பார்ப்பேன், ஒரு நாளும் நினைச்சு பார்ப்பேன். ഇതൊക്കെ ചെയ്തില്ലേ? എങ്ങനെ മനസ്സിലായപ്പോൾ ഇത് വരണം? ശേഷോപാരണമൊക്കെ പാടിയായിരുന്നു. അപ്പം ഞാനത് ഒരിക്കൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. മാഷാക്കിലായിരുന്നു താമസിക്കുന്ന സമയത്താണ്. ഞാനിപ്പോൾ അമ്മൂനെയൊക്കെ പഠിപ്പി അന്ന് ആ സമയത്തെ പഠിപ്പിക്കാനൊക്കെ വരുന്ന സമയത്താണോ ഞാൻ ചോദിച്ചിട്ട് എനിക്ക് ഓർമ്മയില്ല. ഏതാണ്ട് ആ സമയത്താണ് ഞാൻ ചോദിച്ചു, മാഷ് ഇത് എങ്ങനെയത് തെറ്റല്ലേ എന്ന് ചോദിച്ചപ്പോൾ മാഷ് പറഞ്ഞു, അതിൽ തെറ്റൊന്നുമില്ല, മിശ്രയാപ്പം ഒന്ന് 4 കാലം പറയുമോ പറഞ്ഞു. അപ്പം നാലായില്ലേ? അതായത് മാഷക്ക് നല്ല സാധകങ്ങളുണ്ടായിരുന്നു, അസാധ്യ സാധകമാണ്. അത് ആ കയ്യിലത് കേട്ടാലറിയാം മാഷയുടെ ആ സ്റ്റൈൽ ഓഫ് പ്ലേയിങ്. ആ കൈ ഇങ്ങനെ നിൽക്കും, അങ്ങോട്ട് ഒരു പറഞ്ഞ മാതിരി
കഷ്ടപ്പെട്ട് വായിക്കണ മാറ്റൊന്നുമില്ല, അതിങ്ങനെ വായിക്കും മാറ്റില്ല. അതാ കയ്യിന്റെ പെർഫെക്ഷനാണ്. അതാ സാധകബലം തന്നെയാണ് പറഞ്ഞില്ല, എന്താണ് നിലാസാധകം എന്നൊക്കെ പറഞ്ഞാൽ അതിപ്പോ എല്ലാവരും കൊണ്ടും സാധിക്കേണ്ട കാര്യമല്ല. അങ്ങനെ സാധകം ചെയ്ത് വന്നിട്ടുള്ള അതിന്റെ ഇത് അദ്ദേഹത്തിനുണ്ട്. തൊമ്മൊക്കെ ഗുങ്കിയൊക്കെ വായിക്കുമ്പോ ആ തൊപ്പൊക്കെ നല്ലോണം കേൾക്കും, നല്ല സ്ട്രോങ് ആയിട്ട് കേൾക്കും. ഭാഷ എനിക്ക് പിന്നെ വീട്ടിൽ വന്ന് വലിയ ഞങ്ങള് പലപ്പോഴും മീറ്റ് ചെയ്യുമ്പോൾ തിരുവമ്പാടി കച്ചേരി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും മാഷ വീട്ടിൽ പോയി കാണുമ്പോൾ അവിടെ മൃതകം വെച്ച് ചിലത് വായിച്ച് കാണിക്കും. നേരിട്ട് ആ വായനയിലുള്ള അതാ പറഞ്ഞ ആ നേരിട്ട് കേൾക്കുമ്പോഴുള്ള ഒരു ഒരു ഇതുണ്ടല്ലോ, അത് പ്രത്യേകത തന്നെയാണ്. ഈ മൈക്കിൽ വരണതിൽ അത്ര ഒരു സുഖമില്ല. സുഖം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ തോലിന്റെ ആ കൈ വിട്ട നാദവും അല്ലെങ്കിൽ ഇതൊക്കെ ശരിക്കും അറിയണം വെച്ചാൽ മൈക്കില്ലാണ്ട് കേട്ടാലേ പറ്റുള്ളൂ. അതിൽ ആ അഴുത്തം വായിക്കുന്നതിലുള്ള ഒരു ഇത് കിട്ടണമെങ്കിൽ മൈക്കെന്ന് പറഞ്ഞാൽ കൈ തൊടുമ്പോഴേക്ക് ശബ്ദം വരും. എങ്ങനെ വേണമെങ്കിൽ ഒരേമാതിരി കേൾക്കണ മാതിരി കേൾക്കും. പക്ഷെ ആ നാദസുഖവും ആ കാര്യങ്ങളൊക്കെ അങ്ങനത്തെ നേരിട്ട് കേൾക്കണം. അത് പലപ്പോഴും മാഷ് വായിച്ച് കേട്ടിട്ട്. അപ്പൊ ആ തൊപ്പി കൊടുക്കണേന് ആ മാഷ് ആ കൈ വെക്കണതൊക്കെ വളരെ സ്പെഷ്യലാണ്. ഊണയിക്കുമ്പോൾ ചില കാര്യങ്ങൾക്ക് ചെറിയ കുട്ടികൾക്ക് പറഞ്ഞാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പപ്പടക്കെട്ടുണ്ടോ വഴിയമ്പലത്തിൽ നിൽക്കട്ടെ പപ്പടക്കെട്ടൊന്ന്. വളരെ തമാശയായിട്ട് സാധനമാണ്, ചെറിയൊരു സാധനമാണ്. ഇത് അദ്ദേഹം തന്നെ ഇത് താളം പിടിപ്പിച്ച് ഇത് പപ്പടം എന്ന് പറയുന്നത് ചെറിയ കുട്ടികൾക്ക് ഇഷ്ടമുള്ള സാധനമാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നമ്മൾ തക്കതിമി അല്ലെങ്കിൽ വായ്ത്താരി പറഞ്ഞ ആൾക്കാർ കുട്ടികൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഈ പപ്പടം എന്ന് പറയുമ്പോൾ ആ പപ്പടക്കെട്ടുണ്ടോ വഴിയമ്പലത്ത് നിൽക്കട്ടെ പപ്പടക്കെട്ടൊന്ന് എന്ന് പറഞ്ഞാൽ അതിശയം ഞാൻ പറയും, പപ്പടക്കെട്ടുണ്ടോ വഴിയമ്പലത്ത് നിൽക്കട്ടെ എന്നൊക്കെ പറയുകൊണ്ട് അപ്പോൾ ഓരോരുത്തർക്ക് അതൊരു ഇൻട്രസ്റ്റ്, ആ പപ്പടം എന്നുള്ളൊരു. അപ്പോൾ ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ അദ്ദേഹം വളരെയധികം ശ്രദ്ധിച്ച് കുട്ടികൾക്ക് അത് വരണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ധാരാളം പഠിപ്പിച്ചിട്ടുള്ള ധാരാളം ഓർമ്മകൾ. அதுக்கப்புறம் நானும் இந்த ஹரிநாராயணன் ஒரு வாட்டி போனேன் மாமா. அந்த நட ரொம்ப நல்லா இருந்தது. ஒரு கையில இங்க சொல்ல இங்க திசரம். அது நானும் அதை இன்னைக்கும் வாசிப்பேன், கச்சேரியிலையும் வாசிப்பேன். நீங்க பசங்களுக்கெல்லாம் சொல்லி தருவேன். இங்க சர்வலுக்கு பார்த்தா இங்க தக்கத்தி நக்கத்தி அப்புறம் போகும்போது திசரத்துக்கு ஒரு வாட்டி சொல்லி கொடுத்தாரு, ரூபக தாளத்துக்கு. வாசிக்கிறது கான்சென்ட்ரேஷன் இல்லைன்னா வாசிக்கவே முடியாது. இந்த பக்கம் சவிச்சரம் போயிட்டு இருக்கோம், இங்க திசரம் கண்டம் திசரம் மிஸ்ரம் சங்கீர்ணம் அவர் சொல்லி கொடுத்தது அப்படின்னு நான் வாசிப்பேன். அந்த அளவுக்கு பரமேஸ்வரன் நம்பது. இந்த குருவாயூர் உற்சவத்தை இந்தியா ஃபுல்லாக இல்லாமல் வெளியூரில் இருக்கிறவாளும் கேட்குற மாதிரி ஒரு ஒரு உதவி அவர் பண்ணியிருக்கார். அதை மறக்கவே முடியாது, எந்த மியூசிஷியனும் மறக்க முடியாது, எந்த மியூசிஷியனும் அது தவிர்க்கவும் முடியாது. அப்பேற்பட்ட ഹെൽപ്പ് അവർ പണിയെടുക്കാറ്. ഇവിടെ കൂളി ഉള്ള സമയത്ത് VVS കൊണ്ട് ഭാഗവതർ വായിപ്പിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അതേമാതിരി ആവണം എന്ന് പറഞ്ഞിട്ട് ഈ ഇതിങ്ങനെ വായിക്കുക. ഇതൊക്കെ ഇങ്ങനെ എന്നെ കൊണ്ട് വായിപ്പിക്കുക, വരിശകൾ വായിപ്പിക്കുക, അലങ്കാരങ്ങൾ വായിപ്പിക്കുക, പല നാടകങ്ങൾ വായിപ്പിക്കുക, ഇഷ്യു കാര്യങ്ങൾ. അതായത് എന്താ പറയുക എൻ്റെ ഗുരുനാഥനെ മാതിരി തന്നെ എനിക്ക് ഗുരുനാഥൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതേമാതിരി ഈ ലയ വിഷയങ്ങൾ കുറേയധികം എനിക്ക് മാഷ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇവരുടെ തത്തിക്കിടക്ക് താന്നത് താം കീഴക്ക് താം കീഴക്ക് താം കീഴക്ക് താം. അപ്പൊ അത് താം കാര്യമോ കൊടുത്ത് മറ്റേ ഇതായിട്ട് പിന്നെ താം കീഴക്ക് താം കീഴക്ക് താല താം കീഴ താം കീഴ താം കീഴ താം. ഇത് ശരിയല്ലേ ഞാൻ മാഷോട് ചോദിച്ചപ്പോൾ എന്താ തെറ്റ് ശരിയെന്നേ ആവുന്നു. ഞാൻ ഇപ്പോഴും വായിക്കാറുണ്ടതൊക്കെ ശരിക്കും. ഇതാരും വേറെ വായിച്ച് ഞാൻ കേട്ടിട്ടുമില്ല ഇങ്ങനൊരു ഇത്. അന്ന് വല്യച്ഛന് ഒരു ഇൻസ്പിരേഷൻ എന്നുള്ള രീതിയിൽ പാലക്കാട് മണിയുടെ ശിഷ്യൻ എന്ന് പറഞ്ഞിട്ട് പുതുക്കോട് കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വലിയ വിദ്വാനാണ്. അദ്ദേഹത്തിൻ്റെ വായനയായിരുന്നു വല്യച്ഛന് ഏറ്റവും വലിയ ഒരു 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 എന്താ പറയുക ഒരു ഇൻസ്പിറേഷൻ മാതിരി ഉണ്ടായിരുന്നു. വല്യച്ഛൻ പലപ്പോഴും അന്നത്തെ റെക്കോർഡിങ് ഞങ്ങളെ ഇരുത്തി കേൾപ്പിക്കാറുണ്ടായിരുന്നു. ഭാഗവതർക്ക് അന്ന് പുതുക്കോട് കൃഷ്ണൻ ഇങ്ങനെയാണ് വായിച്ചിരിക്കുന്നത്, ഇന്ന പോലെ ചരണത്തിന് ഇങ്ങനെയാണ് വായിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അനുബലുക്ക് ഇങ്ങനെയാണ് വായിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഞങ്ങളെ കൊണ്ട് ധാരാളം കേൾപ്പിച്ചിട്ട് ആ ഒരു അതാ പറഞ്ഞ 24 മണിക്കൂറും അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ
ലയം മാത്രമേ അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്നുള്ളൂ. இல்லை வேற எந்த மாஸ்டரும் சொல்ல மாட்டாங்க. பூஜில் மாஸ்டர் ரகுசாரன்னு சொல்லும்போது யார் சேர விடுவா, அந்த மாதிரி மனசு கிடையாது. அதனால தான் இன்னைக்கு 90 இயர்ஸ் வரலையும் அவர் வேதி இல்லாம அப்படி இருந்தார். எப்படி இருந்தார் அந்த யோகா பண்றது, அந்த പൂജை, அதுக்கு முன்னாடி ஒரு ജലമാനം ചാടാൻ മാട്ടാറ്. വന്നോട് കൂടിയിട്ട് അവകാശികൾ ശരി, ഒരുപാട് അവകാശികളായി. ഇതിനൊക്കെ കാരണക്കാരൻ ഞാനാണ് കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ മാഷ് സ്വയം മാഷ് എന്താ വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു പ്രതിഫലേച്ഛയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്വാർത്ഥ ചിന്തയോ കൂടാതെ ആ തനിക്ക് ചെയ്യാനുള്ള കർമ്മം ചെയ്യാന്നല്ലാതെ എന്താ പറയുക കർമ്മേക നിരതൻ എന്ന് പറയുന്ന മാതിരി വേറെ ഒന്നും ചിന്തകളില്ലാതെ ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷെ അങ്ങനത്തെ അനുഭവം ഇതാണെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഈ സംഗീതം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രാണവായു പോലെയാണ്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു മഹത്വം. ആ ഒരു വലിയ മഹാൻ, അത് അദ്ദേഹം 90-ാം വയസ്സിലാണ് ഈ ഈശ്വരനെ പ്രാപിച്ചത്. അതുകൊണ്ട് ആ മഹാനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഗുരുവായൂരിലെ ചെമ്പൈ സംഗീതോത്സവം ആരംഭിച്ചാൽ അല്ലെങ്കിൽ അത് വരുമ്പോൾ ഒക്കെ പരമേശ്വരൻ പൂയെ ഞാൻ എപ്പോഴും സ്മരിക്കാറുണ്ട്. ഗുരുവായൂർ ഏകാദശിക്ക് മദ്രാസിൽ നിന്ന് വരുമ്പോൾ ഞങ്ങൾ 5-6 ആളുണ്ടാവും. ആലങ്കുടി രാമചന്ദ്രൻ, ലാൽഗുഡി ജയരാമൻ, പിന്നെ കുറേ ആൾക്കാരുണ്ടാവും. പിന്നെ ട്രിച്ചിയിൽ 2 ആളുണ്ടാവും, ഒരു ഫ്ലൂട്ടുകാരനും ഒരു വയലിനിസ്റ്റും, മൃദംഗക്കാരൻ കന്ദസ്വാമി, പിന്നെ രാധാകൃഷ്ണ അതുകൊണ്ട് ഒരു എല്ലാവരും വരിക. ഇവിടെ വന്ന ഈ സൂപ്രണ്ട് മണി പിന്നെ ഭാഗവത ലക്ഷണത്തിൽ കുറേ ഉണ്ടാക്കുമ്പോൾ ജോലിക്കാരായിട്ടും അവിടെ താമസക്കാരായിട്ടും അവരുടെ ഭാര്യമാരുണ്ടാവും. അവരൊക്കെ വന്ന് ഭാഗവതെ നമസ്കരിച്ച് വലിയ രോഗിയാണ്. അപ്പോൾ ഓടുന്ന വലിയ ഉത്സാഹമാണ് എല്ലാവരും. ചിത്രമിതം വിചാരിച്ചാലൊരു ചിത്രമിതം വിചാരിച്ചാലൊരു ചിത്രമിതം വിചാരിച്ചാൽ ബന്ധുരഗാത്രിമാരെ എന്തൊരു ചിത്രം ഇതം വിചാരിച്ചാൽ ബന്ധുരഗാത്രിമാരെ. ആദിപുരാലയ നിലയേ മാം പാഹി മഹാത്രിപുര സുന്ദരി അംബ. ആദിപുരാലയ നിലയേ